ഹലോ ഓൾ. അപ്പം നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ 3 ക്ലാസ് ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, പിന്നെ നമ്മുടെ എന്താണ് ക്രോപ്പ് സീസൺസ്, റാബി ആൻഡ് ഖാരിഫ് സീസൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് തിയറി നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ തിയറി പഠിച്ച അതേ സെൻറ്റൻസ് ഒന്നും ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ കറക്കി കുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈസ് സ്യൂട്ടബിൾ വെൻ. ഓക്കെ, എപ്പോഴാണ് ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്നാണ്. നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ദ ലാൻഡ് കനോട്ട് ബി പ്രിപ്പയർ, അതായത് സർഫസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സർഫസ് മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്താണ് സാധിക്കാത്ത സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രിംഗ്ലർ ഇറിഗേഷനിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സസീവ് ആണെങ്കിൽ, അല്ലെങ്കിലോ ഇറഗുലർ ടോപ്പോഗ്രഫി, പിന്നെ ഇറോഡബിൾ സോയിൽ ആണ് എന്നുണ്ടെങ്കിലും, പിന്നെ സോയിൽ എന്ന് പറഞ്ഞാൽ എക്സസീവ്ലി പെർമിയബിൾ ആണ്, അതുപോലെ തന്നെ ഇംപെർമിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സോയിൽ ഈ ഷാലോ ഓവർ ഗ്രാവൽ ഓർ സാൻഡ്. ഓക്കെ, ഡെപ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഷാലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈ സ്യൂട്ടബിൾ വെൻ. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ ലാൻഡ് ഗ്രേഡിയന്റ് ഈസ് സ്റ്റീപ്പ്. ഇവിടെ പറഞ്ഞില്ല, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ് സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ, സോയിൽ ഇറോസീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, next question. The method of growing crops on ridges running on the sides of water ditches is known as. നമുക്കിവിടെ ഒരു ഫിഗർ കാണാം. എന്താണ്? ഈ ഒരു റിഡ്ജസിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്സ് നമ്മൾ ഗ്രോ ചെയ്യിക്കുന്നത്. ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഡിച്ചസിൽ കൂടി റൺ ചെയ്യിക്കുന്നു. ഓക്കെ, ഇത് ഏത് മെത്തേഡാണ്? നമ്മുടെ ഫറോ മെത്തേഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫറോ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മെയ്സ്, ജോവർ, ഷുഗർ കെയിൻ, കോട്ടൺ, ടുബാക്കോ, ഗ്രൗണ്ട് നട്ട്, പൊട്ടാറ്റോസ് ഇതുപോലുള്ള റോ ക്രോപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫറോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫറോ മെത്തേഡിൽ നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ ഫറോസിന് നമ്മൾ ഒരു ജനറൽ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യും. 0.2 മുതൽ 5% വരെയാണ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർച്ചാർഡ് ഇറിഗേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പേസിംഗ് ഓഫ് ഫറോസ് എന്ന് പറയുന്നത് 1 to 2 മീറ്റർ ആയിരിക്കണം. പിന്നെ നമ്മുടെ സോയിൽ ഓഫ് ലോ പെർമിയബിലിറ്റി, ദ ഡെപ്ത് ഓഫ് ഫറോസ് എന്ന് പറയുന്നത് 20 to 30 സെന്റിമീറ്റർ ആയിരിക്കണം. എന്താണ് ലോ പെർമിയബിലിറ്റി സോയിൽ ആണെങ്കിൽ ഫറോന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 to 30 സെന്റിമീറ്റർ. അപ്പോൾ ഫറോ മെത്തേഡിൽ നോക്കുക, ഈ ഒരു റിഡ്ജസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രോപ്സ് ഗ്രോ ചെയ്യുന്നത്. ഈ വാട്ടർ എന്ന് പറഞ്ഞ റൺ ചെയ്യുന്നത് ഈ ഡിച്ചസിലായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവാപറേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ലെസ് ആയിരിക്കും. Okay, then only 1/5 to 1/2 of land surface is wetted by wet water. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 1/2 to 1/5 ലാൻഡ് സർഫസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വാട്ടർ കാരണം വെറ്റ് ആവുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഈ ക്രോപ്സ് നമ്മൾ ഗ്രോ ചെയ്യുന്ന എവിടെയാണ്? റിഡ്ജസിലാണ്. വാട്ടർ എന്ന് പറഞ്ഞ റൺ ചെയ്യുന്ന ഈ ഡിച്ചസിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് റിലേറ്റഡ് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ഫീൽഡ് അണ്ടർ ഫറോ ഇറിഗേഷൻ, ദ ഫറോസ് ആർ റെഫേർഡ് ടു റെപ്രസെന്റ്. ഫറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫറോസ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന റിഡ്ജസ് ഓൺ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ. ഈ റിഡ്ജസിനെയാണോ നമ്മൾ ഫറോ എന്ന് പറയുന്നത്? അല്ല. നാരോ ഡിച്ചസ് ക്യാരിങ് വാട്ടർ, ഈ വാട്ടറിനെ ക്യാരി ചെയ്യുന്ന ഈ നാരോ ഡിച്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫറോ എന്ന് വിളിക്കുന്നത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി. പിൻ പോയിന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിൻ പോയിന്റ് ചെയ്യാനാണ്. ഇറിഗേഷൻ ഹെൽപ്സ് ഇൻ അഡോപ്റ്റിംഗ് മിക്സഡ് ക്രോപ്പിംഗ്. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് എന്താണ്? അതായത് നമ്മൾ രണ്ടോ അതിലധികമോ ക്രോപ്സ് ഒരുമിച്ച് ഒരേ ലാൻഡിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഗ്രോ ചെയ്യിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി എന്താ പറയുന്നത്? മിക്സഡ് ക്രോപ്പിംഗ് മീൻസ് സോയിങ് ഓഫ് എ ഡിഫറെന്റ് ക്രോപ്പ് ആഫ്റ്റർ പെർട്ടിക്കുലർ ക്രോപ്പ് ഹാസ് ബീൻ ഗ്രോൺ. എന്താണ്? ഏതെങ്കിലും ഒരു ക്രോപ്പ് വളർന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റൊരു ക്രോപ്പിനെ സോ ചെയ്യുന്നതാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അത് ശരിയാണോ? അല്ല. നമ്മൾ രണ്ടോ അതിലധികമോ ക്രോപ്സ് നമ്മൾ ഒരേ സമയം ഒരേ ലാൻഡിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യിക്കുന്നു. അതാണ് മിക്സഡ് ക്രോപ്പ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞത് തെറ്റാണ്. ദെൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓവർ ഇറിഗേഷൻ മേ ലീഡ് ടു സേവിങ് ഇൻ ഫെർട്ടിലൈസേഴ്സ്. ഇറിഗേഷന്റെ ഓവറായിട്ട് നമ്മൾ ഇറിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഫെർട്ടിലൈസറിൽ സേവിങ് ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ്. ഇറിഗേഷൻ ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് മിക്സഡ് ക്രോപ്പിംഗ്. മിക്സഡ് ക്രോപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ ഇറിഗേഷൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മളിവിടെ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ എന്നുള്ള ടോപ്പിക് ആണ്.
ഓക്കെ, നമ്മുടെ ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറയാം. ഓവർ ഇറിഗേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ക്രോപ്പ് ഈൽഡ് കുറയാൻ കാരണമാകും. കാരണം ഓവർ ഇറിഗേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ എന്താ വാട്ടർ ലോഗിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. സോയിലിന്റെ പോഴ്സിലെല്ലാം എന്ത് ചെയ്യും, വാട്ടർ കയറി ഇരുന്ന് വാട്ടർ ലോഗിങ് വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യത്തില്ല, എയർ, ആവശ്യത്തിനുള്ള എയർ ഒന്നും ഉണ്ടാകത്തില്ല. സോ ക്രോപ്പ് ഈൽഡ് എന്ന് പറയുന്നത് അവിടെ കുറയും. പിന്നെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മിക്സഡ് ക്രോപ്പിംഗ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇറിഗേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇറിഗേഷൻ ഹെൽപ്സ് ഇൻ എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഫ്ലഡ് ഇറിഗേഷൻ മെത്തഡ് വർക്ക്സ് ബെസ്റ്റ് ഓൺ. ഫ്ലഡ് ഇറിഗേഷൻ മെത്തഡ് എവിടെയാണ്, ഏത് ടൈപ്പ് ടെറൈനിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ നമ്മൾ പഠിച്ചു എന്താണ്, നല്ല ലെവൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ജെന്റ്ലി റോളിംഗ് ടെറൈനിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. In a mildly water scarce area, the drip irrigation could be preferred for growing. Okay, mildly water scarce area ആണ്. അവിടെയാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ഈ പറയുന്നതിൽ ഏത് ഗ്രോ ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാട്ടറിനെ പ്ലാന്റ്സിന്റെ റൂട്ട് സോണിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ഡ്രിപ്പ് അവിടെ വാട്ടർ സ്കേഴ്സ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഏതിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ബോർഡർ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഈസ് വെൽ സ്യൂട്ടഡ് ടു. ബോർഡർ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഏതിനാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്നാണ്. ഏതിനാണ് വരുന്നത്, soil having infiltration rates that are neither low nor high. Okay, infiltration rate എന്ന് പറയുന്നത് ലോയും അല്ല ഹൈയും അല്ലാത്ത ഒരു സോയിൽ ആണ് ബോർഡർ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്യൂട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ബോർഡർ മെത്തേഡ്, സ്ട്രിപ്പ് മെത്തേഡ് സ്യൂട്ടബിലിറ്റി ഏതൊക്കെ കേസിലാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ടു സോയിൽസ് ഹാവിംഗ് മോഡറേറ്റ്ലി ലോ ടു മോഡറേറ്റ്ലി ഹൈ ഇൻഫിൽട്രേഷൻ റേറ്റ്. മോഡറേറ്റ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ റേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ. ഓക്കെ, then it is not used in coarse sandy soils. ഇതെന്ന് പറഞ്ഞ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് coarse sandy soils എന്ത് യൂസ് ചെയ്യാറില്ല. that have a very high infiltration rate and also in heavy soils നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ക്ലേ പോലുള്ള ഇൻഫിൽട്രേഷൻ റേറ്റ് കുറവായിട്ടുള്ള ഹെവി സോയിൽസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് യൂസ് ചെയ്യത്തില്ല. ദെൻ ഇത് എവിടെ സ്യൂട്ടബിൾ ആണ്, ടു ഇറിഗേറ്റ് ഓൾ ക്ലോസ് ഗ്രോയിങ് ക്രോപ്സ്. എല്ലാ ക്ലോസ് ഗ്രോയിങ് ക്രോപ്സിനെ ഇറിഗേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് വീറ്റ്, ബാർലി, ഫോഡർ ക്രോപ്സ് ആൻഡ് ലെഗ്യൂംസ് ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റൈസ്. റൈസിന് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ലോയും ഹൈയും ആയിട്ടുള്ള സോയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ഗ്രോയിങ് ക്രോപ്സിനും നമുക്ക് എന്ത് ചെയ്യാം, സ്യൂട്ടബിൾ ആണ് ഈ ഒരു ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്. പക്ഷെ റൈസ് വളർത്താനായിട്ട് ഇത് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ കോഴ്സി സാൻഡ് സോയിൽസ് വിത്ത് വെരി ഹൈ ഇൻഫിൽട്രേഷൻ റേറ്റ് ഉള്ള സോയിൽസിലും നമുക്ക് എന്ത് ചെയ്യില്ല, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. ഇനി in an irrigation system, water was delivered to the field in ditches spaced between 30 meter apart. അപ്പൊ ആ ഡിച്ചസ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 30 meter apart ആണ്. അതായത് നല്ല ദൂരം, അപ്പൊ എവേ ആയിട്ടാണ് ഓരോ ഡിച്ചസും വരുന്നത്. Then and was allowed to seep into the ground to maintain the water table at such a height that the water is available to the crops through the capillary fringe. Capillary fringe വഴി എന്ത് ചെയ്യണം, ക്രോപ്പിന് വാട്ടർ എത്തണം അല്ലെ. അപ്പൊ അത് ഏതിലാണ് വരുന്നത്, നമ്മുടെ സബ് ഇറിഗേഷനിലാണ് വരുന്നത്. ഓക്കെ, സബ് സർഫേസ് ഇറിഗേഷൻ അല്ലെങ്കിൽ സബ് ഇറിഗേഷൻ എന്ന് പറയും. അതിലാണ് എന്ത്, കാപ്പിലറി ഫ്രിഞ്ച് വഴി ക്രോപ്സിന് എന്ത് ചെയ്യുന്നത്, വാട്ടർ കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മള് സബ് സർഫേസ് ഇറിഗേഷൻ അല്ലെങ്കിൽ സബ് ഇറിഗേഷൻ നമ്മൾ എന്താന്ന് ഞാൻ ലാസ്റ്റ് നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് കുറച്ച് പോയിന്റ്സ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് അന്നേരം പറയാൻ ഞാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. ഓക്കെ, സബ് സർഫേസ് ഇറിഗേഷൻ, സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലാന്റ് റൂട്ട് സോണിൽ നമ്മൾ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ആണെന്ന് പറയുന്നത് സബ് സർഫേസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഇവാപറേഷൻ ലോസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാം. റൂട്ട് സോണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവാപറേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി സബ് സർഫേസ് ഇറിഗേഷനിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നാച്ചുറൽ സബ് ഇറിഗേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ ഉണ്ട്, ഡ്രിപ്പ് അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് നോക്കുന്നത് നാച്ചുറൽ സബ് ഇറിഗേഷൻ. എന്താണ് നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാല്, നമ്മൾ വാട്ടർ ടേബിളിന്റെ ലെവൽ കൺട്രോൾ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യും. അതിനാണ് എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് അപ്ലൈഡ് ടു ദ പ്ലാന്റ്സ്
ഫ്രം ബിലോ ദ സർഫസ്. എവിടെ നിന്നാണ് നമ്മൾ പ്ലാന്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ താഴെ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണ്? ബൈ കൺട്രോളിംഗ് ദ ലെവൽ ഓഫ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിന്റെ ലെവൽ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ പാരലൽ ആയിട്ടുള്ള ചാനൽസ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡിൽ എക്സ്കവേറ്റ് ചെയ്യും. ഈ ചാനൽസിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 50 into 100 മീറ്റർ അപ്പാർട്ടാണ്. ഓക്കെ, 50 into 100 മീറ്റർ അപ്പാർട്ടിൽ നമ്മൾ ചാനൽസ് എന്ത് ചെയ്യുന്നു? എക്സ്കവേറ്റ് ചെയ്യുന്നു. അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.3 മുതൽ 1 മീറ്റർ വരെ ആവാം. വിഡ്ത്ത് എന്ന് 0.25 to 0.5 മീറ്റർ വരെ ആകാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ചാനലിലെ ഫ്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ദ ഫ്ലോ ഇൻ ദ ചാനൽ ഈസ് സോ റെഗുലേറ്റഡ്. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ദ CPG raises the water table high enough to produce moist condensations in the top soil by capillary movement. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെയാണ് പ്ലാന്റ്സ് ഉള്ളത്. സോ ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? റൂട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാട്ടർ ടേബിൾ വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ വാട്ടർ ടേബിളിനെ റൈസ് ചെയ്യുകയാണ്. ഓക്കെ, റൈസ് ചെയ്യുക മീൻസ് ഇത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ സബ് സർഫസ് ആയിട്ട് നമ്മൾ എന്താണ് റൂട്ട് സോണിൽ വാട്ടർ അപ്ലൈ ചെയ്യുന്ന വഴി ഈ വാട്ടർ ടേബിൾ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ ഈ വാട്ടർ ടേബിൾ റൈസ് ആവുന്ന വഴി ഇതിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ മോയ്സ്റ്റ് കണ്ടീഷൻ ഈ ടോപ്പ് സോയിലേക്ക് വരും. എങ്ങനെയാണ് വരുന്നത്? കാപ്പിലറി മൂവ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞാൽ വെറ്റ് ആവുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാട്ടർ എന്ന് പറയുന്ന കാപ്പിലറി ഫ്രിഞ്ച് വഴി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്? താഴേന്ന് മുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അല്ലെ? ഇവിടെ ബിലോ ദ സർഫസ് plants supplied to the plants from below the surface by controlling the level of water table. So water table ന്റെ ഇവിടെ ആയിട്ട് വരും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാപ്പിലറി ആക്ഷൻ വഴിയാണ് മുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്വേർഡ് മൂവ്മെന്റ് ആണ്. സോ ഇങ്ങനെ അപ്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച് അൺവാണ്ടഡ് സാൾട്ട്സ് എല്ലാം ഈ സോയിലിലേക്ക് എത്തും. താഴെ ചിലപ്പോൾ അൺവാണ്ടഡ് സാൾട്ട് ഒക്കെ കാണും. അതെന്ന് പറയുന്നത് ഈ മുകളിലേക്ക് എത്താൻ കാരണമാണ്. അതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നാച്ചുറൽ സബ് ഇറിഗേഷന്റെ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ദ സോയിൽ ഇൻ ദ റൂട്ട് സോൺ ഷുഡ് ബി ഹൈലി പെർമിയബിൾ, ലോം ഓർ സാൻഡി ലോം. ഓക്കെ, റൂട്ട് സോണിലെ സോയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള സോയിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി 2 to 3 മീറ്റർ ബിലോ ദ സർഫസ് ലെവൽ എന്താണ്? there must be an impermeable substratum അല്ലെങ്കിൽ ഫ്രീ വാട്ടർ ടേബിൾ. അപ്പൊ ആ ഒരു സർഫസ് ലെവലിന് താഴെയായിട്ട് 2 to 3 മീറ്റർ ഡെപ്ത് താഴെയായിട്ട് എന്തുണ്ടാകും? ഒരു ഫ്രീ വാട്ടർ ടേബിളോ അല്ലെങ്കിൽ ഇംപെർമിയബിൾ ആയിട്ടുള്ള സബ്സ്ട്രാറ്റമോ ഉണ്ടായിരിക്കണം. പിന്നെ യൂണിഫോം ടോപ്പോഗ്രഫി കണ്ടീഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഫ്ലാറ്റ് ആൻഡ് നിയർ ലെവൽ ആയിരിക്കണം. ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സ്ലോപ്പുള്ള ലാൻഡ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. there must be abundant water supply of excellent quality and very low salinity. അവിടെ നമുക്ക് എക്സലന്റ് ക്വാളിറ്റി ഉള്ള വാട്ടർ സപ്ലൈ ഉണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ സലൈനിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാച്ചുറൽ സബ് ഇറിഗേഷനിലേക്ക് പോവാം. അടുത്ത് വരുന്ന ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? വാട്ടർ ടേബിൾ റേസ് ആവുന്ന വഴി എന്ത് ചെയ്യുന്നു? കാപ്പിലറി ആക്ഷൻ വഴി പ്ലാന്റ്സിന് റൂട്ട് സോണിൽ എന്ത് ചെയ്യും? ആവശ്യമുള്ള വെള്ളം കിട്ടി. ഇനി ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് സപ്ലൈഡ് ബിനീത് ദ ലാൻഡ് സർഫേസ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് ബറീഡ് പെർഫറേറ്റഡ് പൈപ്സ് ത്രൂ വിച്ച് വാട്ടർ ഈസ് പാസസ് അണ്ടർ പ്രഷർ ടു പെർക്കുലേറ്റ് ഇൻ ടു ദ സോയിൽ. അപ്പൊ ലാൻഡ് സർഫസിന് താഴെയായിട്ട് എന്ത് ചെയ്യും? കുറെ പെർഫറേറ്റഡ് പൈപ്സ് നമ്മൾ ബറി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ വാട്ടർ എന്ന് പറയുന്നത് സോയിലിലേക്ക് വിത്ത് പ്രഷർ അണ്ടർ പ്രഷർ അത് എന്ത് ചെയ്യും? പെർക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ the root zone has high horizontal permeability. റൂട്ട് സോണിന് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി ഹൈ ആയിരിക്കണം. എന്തിനാണ്? ടു പെർമിറ്റ് ഫ്രീ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ. ആ വാട്ടർ എന്ന് പറയുന്ന വാട്ടറിന്റെ ഫ്രീ ലാറ്ററൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി ഓഫ് റൂട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കണം. പിന്നെ എന്താണ്? വെർട്ടിക്കൽ പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഡീപ് പെർക്കുലേഷൻ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ലാൻഡ് സർഫസിന് അടിയിലായിട്ട് ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യും? ഞാൻ കുറെ പൈപ്സ് എന്ന് പറയുന്ന ബറി ചെയ്യും. പൈപ്സിന്റെ പ്രത്യേകത അതിൽ എന്തുണ്ട്?
പോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നും വാട്ടർ എന്ന് പറഞ്ഞ അണ്ടർ പ്രഷർ എന്ത് ചെയ്യും, ഈ സോയിലിലേക്ക് കൊടുക്കാം. ഇനി ഇതിന്റെ ഇത് എപ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ റൂട്ട് സോൺ എന്ന് വെക്കുക. ഓക്കെ, ഈ റൂട്ട് സോൺ എന്ന് പറയുന്നത് ഹാസ് ഹൈ ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി, അതായത് ഇങ്ങോട്ട് ഹൊറിസോണ്ടലി ഇതിന്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. ഓക്കെ, ഹൈ ആയിരിക്കണം. എന്നാൽ ഇതിന്റെ വെർട്ടിക്കൽ പെർമിബിലിറ്റി എന്ന് പറയുന്നത്, അത് താഴോട്ട് ഉള്ള പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലോ ആയിരിക്കണം. കാരണം താഴോട്ട് പെർമിബിലിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, കുറെ വാട്ടർ എന്ത് ചെയ്യും, ഡീപ് പെർക്കുലേഷന് കാരണമാവും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി കൂട്ടുന്നത് എന്തിനാണ്, ഈ ഒരു വാട്ടറിന്റെ ലാറ്ററൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി ഹൈ ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സ്പേസിംഗ് ഓഫ് പൈപ്പ്, അപ്പൊ ഇവിടെ ഞാനൊരു പൈപ്പിംഗ് ഇട്ടു, അടുത്ത് ഞാൻ ഇവിടെ ഇടുവാണ്. സോ ഈ സ്പേസിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 0.45 മീറ്റർ ആണ് സ്പേസിംഗ് വരുന്നത്. ഇനി pipes have to be buried not less than 0.4 meter below the ground surface. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞ ഇതാണ്, അതിൽ നിന്നും ഒരു 0.4 മീറ്റർ താഴെ, ഓക്കെ, ഗ്രൗണ്ട് സർഫസിൽ നിന്നും 0.4 മീറ്റർ ബിലോ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, പൈപ്പ്സ് നമ്മൾ ബറി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ കുറെ പൈപ്പൊക്കെ നമുക്ക് പെർഫറേറ്റഡ് പൈപ്പൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ക്ലോഗിങ് ഒക്കെ സംഭവിക്കാനായിട്ട് കാരണമാവും. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും, ഇത് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ക്ലോഗിങ്ങിനും കാരണമാവും. സോ ഹൈലി എക്സ്പെൻസീവ്, പിന്നെ ക്ലോഗിങ്ങിന് കാരണമാവും. പിന്നെ ഒരു പ്രത്യേകത എന്താണ്, വാട്ടർ യൂസ്ഡ് മസ്റ്റ് ബി very low in salinity as this method affords no leaching. Okay, water used എന്ന് പറയുന്നത് എന്തായിരിക്കണം, salinity കുറഞ്ഞ വാട്ടർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം എന്ന് പറഞ്ഞാൽ this method affords no leaching. Then അടുത്ത് വരുന്നത് നമ്മുടെ എന്താണ്, ഡ്രിപ്പ് അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ ആണ് വരുന്നത് അല്ലെ. ഡ്രിപ്പ് അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മെത്തേഡ് പോപ്പുലർ എന്ന് പറയുന്നത് ഇൻ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഏരിയാസിലും അതുപോലെ സാൾട്ടിന്റെ പ്രോബ്ലംസ് ഉള്ള ഏരിയാസിലുമാണ് ഈ ഡ്രിപ്പ് അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യും, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ് ചെയ്യുന്നത് ബൈ യൂസിങ് സ്മോൾ ഡയമീറ്റർ പ്ലാസ്റ്റിക് പൈപ്പ്സ് വെച്ചിട്ടാണ്. അതിലെന്തുണ്ട്, ഒരു ഡ്രിപ്പ് നോസിൽ ഉണ്ട്. അപ്പൊ ഈ പൈപ്പ്സിനെ വിളിക്കുന്ന പേരാണ് എമിറ്റേഴ്സ് അല്ലെങ്കിൽ ഡ്രിപ്പേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ നോസിൽസിനെ വിളിക്കുന്ന പേരാണ് എമിറ്റേഴ്സ് അല്ലെങ്കിൽ ഡ്രിപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇറിഗേഷൻ നടത്താം. ഇനി വാട്ടർ എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 2 to 10 liters per hour ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, PSC ക്ക് അല്ല ചോദിച്ചിരിക്കുന്ന, SSC അങ്ങനത്തെ എക്സാംസിനൊക്കെ ESC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. എന്താണ്, ഡ്രിപ്പ് ഇറിഗേഷനിൽ എത്ര വാട്ടർ ഈസ് അപ്ലൈഡ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ്, 2 to 10 liters per hour എന്നുള്ള രീതിയിലാണ് വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ എല്ലാ പൈപ്പും എന്താണ്, ബ്ലാക്ക് PVC ട്യൂബിങ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% കൂടുതലോ ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് സബ്സർഫസ് ഇറിഗേഷൻ അല്ലേ, സോ അവിടെ എന്താണ്, ഇവാപറേഷൻ ലോസും ഡീപ് പെർക്കുലേഷനും ഒക്കെ ലെസ് ആയിരിക്കും. കാരണം നമ്മൾ കൺട്രോൾ ആയിട്ടാണ് നമ്മൾ വാട്ടർ കൊടുക്കുന്നത്. സോ ഡീപ് പെർക്കുലേഷൻ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. ഇനി വാട്ടർ എന്ന് പറയുന്നത് സലൈൻ ആണെങ്കിൽ ഇത് കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ വെച്ച് നോക്കുമ്പോൾ ഹയർ ആണ്. ഓക്കെ, അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള എക്സിറ്റില്, ഔട്ട്ലെറ്റ്സിന്റെ എക്സിറ്റില് ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് ഇറിഗേഷൻ മെത്തേഡ് ദാറ്റ് ഇസ് യൂസ് ഏരിയ വെയർ സ്കേഴ്സിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ ഈസ്. ഇറിഗേഷൻ വാട്ടറിന്റെ സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഇറിഗേഷൻ ഏതാണ്, നമ്മളിപ്പോൾ പഠിച്ചതുള്ള ഏതാണ്, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വിളിക്കാം. ദെൻ A dash and dash pump is generally used for irrigation purpose. Irrigation purpose നമ്മൾ ഏത് ടൈപ്പ് പമ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാർജ് കപ്പാസിറ്റി ലോ ഹെഡ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യും. കാരണം നമ്മുടെ പഠിച്ച തിയറി പാർട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കറക്റ്റ് കുത്തിയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, PSC ആണെങ്കിലും മറ്റേത് എക്സാമിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.